എനിക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ല. വല്ല സംശയം തോന്നിയാൽ അയാൾ എന്നെ കശാപ്പ് ചെയ്യും. സംശയം തോന്നാതിരിക്കാനല്ലടാ വേഷം മാറിയിരിക്കുന്നത്. വേഷം മാറിയപ്പോഴൊക്കെയാ തല്ലും കിട്ടിയിട്ടുള്ളത്. പിന്നെന്താ കുഴപ്പം? തല്ല് കിട്ടി പരിചയമുണ്ടല്ലോ. എടാ, ഇനി അഥവാ നീ മരിച്ചു പോയാലും നീ പേടിക്കേണ്ട വിജയ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചോളാം. ദാസ, അറം പറ്റും. അറം പറ്റില്ല വിജയ. എടാ, 2 തുള്ളി രക്തം, 2 തുള്ളി, അത് AB പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഈ അന്വേഷണം പരിപൂർണ ജയം. അപ്പൊ ഞാനവിടെ വേലക്കാരനായി ചെന്നിട്ട് അയാളുടെ ഇവിടെ വിജയ് എത്ര പ്രാവശ്യം നിനക്ക് ഞാൻ പറഞ്ഞു തരണം? ഇതാ, ഇത് കണ്ടോ? ഇത് സൂചി കണ്ടല്ലോ. ഇത് അയാളുടെ കയ്യിലോ കാലിലോ കുത്തി കയറ്റണം. എന്നിട്ട് ഇത് കണ്ടോ, ഇത് പുറമോട്ട് വലിക്കണം. അപ്പൊ ബ്ലഡ് കിട്ടും. അത്ര തന്നെ. അപ്പൊ ഈ കുപ്പിയിൽ എന്തോ പറഞ്ഞല്ലോ, ഒറ്റ കുത്തു വെച്ചാണ്ടല്ലോ. എടാ, ഇത് ക്ലോറോഫോം. ഇത് പഞ്ഞിയിലെ 1-2 തുള്ളി ഇറ്റിച്ചിട്ട് വേണം ആ ഭീകരന്റെ മൂക്കിൽ വെച്ച് അമർത്താൻ. അപ്പൊ അയാൾ ബോധം കിടും. എന്നിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. അത്രേ ഉള്ളൂ. അപ്പൊ ക്ലോറോഫോം മൂക്കിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾ സമ്മതിക്കും അല്ലേ? അയാൾ ഉറങ്ങുമ്പോ വേണം ഇത് മൂക്കി കൊണ്ട് വെക്കാൻ. അത് ശരി. അപ്പൊ ഞാനവിടെ ആദ്യം വേലക്കാരനായി ചെന്നിട്ട് പിന്നെ മനസ്സിലായി. അതെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വിഷ് യു സക്സസ്. അപ്പൊ ഈ സിറിഞ്ചിന്റെ അമ്മൂമ്മയുടെ മനസ്സിലായി. ആരാ? ഞാൻ എന്ത് വേണം? നന്നായി ജോലി ചെയ്യാൻ അറിയാവുന്ന എനിക്ക് സാർ ഒരു ജോലി തരണം. ഇവിടെ ജോലിയൊന്നുമില്ല. ചോറും കറിയും തെക്കൻ സ്റ്റൈൽ, വടക്കൻ സ്റ്റൈൽ, മധ്യകേരളം സ്റ്റൈൽ എല്ലാം നന്നായി ചെയ്യും സാർ. ഇവിടെ പാരം വേണ്ട. കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല സാർ. പോണവിടുന്നു. ഭക്ഷണവും വേണ്ട സാർ. എന്തായി? അയാള് ഗെറ്റ് ഔട്ട് അടിച്ചു. എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നാലെങ്ങനാ? ഒന്നുകൂടെ ചെന്ന് നോക്ക്. കൂലി വേണ്ട, ഭക്ഷണം വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. ഇനിയും ചെന്നാൽ അയാൾ ഇടിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ദാസ. ആ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ അയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ചോര എടുക്കാലോ. എടാ, അയാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് തെളിവുകൾ എവിടെ? എന്നാൽ ഇനി നീ താടി ഒട്ടിച്ച് ചെല്ല്. താടി ഒട്ടിച്ചാലൊന്നും എനിക്ക് വേലക്കാരന്റെ ലുക്ക് കിട്ടില്ലടാ. ഈ ചുറ്റുപാടി തന്നെ മറ്റേതെങ്കിലും വീട്ടിൽ കയറിയാലും മതി. അതുകൊണ്ടെന്താ കാര്യം? എപ്പോഴും നമുക്ക് അയാളെ വാച്ച് ചെയ്യാൻ പറ്റും. അയാളുടെ നീക്കങ്ങൾ നമുക്ക് കാണാം. രാത്രി വന്ന് രക്തം കൊടുക്കാം. ആ വീട്ടിൽ ചെന്ന് നോക്ക്. വേണം. നമുക്ക് മെഡല് വാങ്ങണ്ടേ, പേരെടുക്കണ്ടേ, ഉയർന്നുയർന്ന് വലിയ ഉദ്യോഗസ്ഥന്മാരാകണ്ടേ, ജോലിയില്ലാതെ തെണ്ടി നടന്നപ്പോ കണ്ടിരുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണ്ടേ. വേണം. വലിയ വീട്, കാർ, AC, ഫ്രിഡ്ജ്. അതാ പറഞ്ഞ. മോച്ചല്ലേ, ആ വീട്ടിലോട്ട് കയറിച്ചല്ലേ. ചെല്ലേ. എന്ത് ജോലിയും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? എച്ചിൽ പാത്രം കഴുകും, നിലം തുടക്കും, വിറക് കീറും, വെള്ളം കോരും. പോരിക്കോ? പട്ടിണി പാവങ്ങളോട് ധാരാളം കരുണ കാണിക്കുന്ന ഒരു കൊച്ചമ്മയാണ് ഇവിടുത്തെ കൊച്ചമ്മ എന്ന് എല്ലാവരും പറഞ്ഞു. പറഞ്ഞ എന്നെ പറ്റി ആയിരിക്കില്ല. തനിക്ക് വീട് മാറിയതാവും. കൊച്ചമ്മ, ഈ തങ്കപ്പനൊരു പാവാണ് കൊച്ചമ്മ. കണ്ടിട്ടൊരു കള്ളനെ പോലെ ഉണ്ട്. അയ്യോ, അത് താടി അല്ല, മുടിയല്ല, താടി. താനൊന്ന് പോയാട്ടെ. ഇവിടെ ജോലിക്ക് ആരെയും വേണ്ട. ആരെവിടെ? തന്നോട് പോകാനല്ലേ പറഞ്ഞത്? നമസ്കാരം അമ്മേ. ഇവനാരാ? ഞാനൊരു വേലക്കാരനായിട്ട് വന്നതാണ് അമ്മേ. വേലക്കാരനായിട്ടോ? അപ്പൊ ശരിക്കുള്ള വേലക്കാരനല്ലേ നീ? എന്നാ അടുക്കള ഭാഗത്തേക്ക് വാ. ഏയ്, ഇതിലല്ല, അപ്പുറത്തോടെ വാ. ഊരും പേരും അറിയാത്തന്നെ വീട്ടിൽ കയറ്റരുത്. അത് പറയാൻ നീ ആരാ? എടാ, വായ നിൽക്കാതെ അപ്പുറത്തോട് വാടാ. നന്ദി അമ്മേ, നന്ദി. അങ്ങനെ വരട്ടെ. എനിക്ക് ഈ വീട്ടിൽ വല്ല അധികാരമുണ്ടെന്ന് ഇന്ന് അറിയണം. അതിന് അവൻ പറഞ്ഞില്ല. നിനക്ക് ഈ വീട്ടിൽ അധികാരമില്ല, വിധികാരമില്ല. അപ്പുറത്തോട്ട് വാടാ. വഴിപോക്കൻ.
സമയം മാറിയത് ഓർത്തില്ല. തങ്കപ്പാ, ടാങ്ക് നിറക്കണം. ഞാനോ? പിന്നെ ഞാനോ? അങ്ങ് 2ാം നിലക്കും മേലെയുള്ള ടാങ്ക് ഞാൻ നിറക്കണമെന്നല്ലേ? സംസാരിച്ചെടുക്കാൻ നേരമില്ല. പൈപ്പിൽ ഒരു തുള്ളി വെള്ളമില്ല. വേഗം വേണം. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ? എടാ, കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ, ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കുന്നത് വല്ല ഊട്ടിയിലും വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്ന. അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ എല്ല് തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ, എടാ കീറടാ. ആ, അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലക്കിടണം.